ചേർത്തലമുട്ടം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം കെ.സി. വേണുഗോപാൽ എം.പി. ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോഷി വേഴപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപത വികാരി ജനറൽ ഫാദർ ആൻഡോ ചേരാന്തുരുത്തി മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ലിസ കുര്യൻ സ്വാഗതം പറഞ്ഞു. ചേർത്തല നഗരസഭാ അധ്യക്ഷ ഷേർലി ഭാർഗവൻ, വാർഡ് കൗൺസിലർ മിത്ര വിന്ദാഫായ്, അഡ്വക്കേറ്റ് ജാക്സൺ മാത്യു, പ്രിൻസിപ്പൽമാരായ എൻ.ജെ. വർഗീസ്, ആന്റണി വി.എച്ച്. എന്നിവർ സംസാരിച്ചു. അപ്പോൾ ഇത് ഒരു നീണ്ട യാത്ര വിദ്യാലയത്തിൻ്റെ അഭിമുഖത്തിൽ ഇപ്പോൾ സൂചിപ്പിക്കേണ്ടതാണ്. LKG ഉണ്ട്, LP സ്കൂളുണ്ട്, UP സ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി ഉണ്ട്, ഹൈസ്കൂളുണ്ട്. ഒരു വിദ്യാഭ്യാസ സമുച്ചയമായിട്ട് മാറിക്കഴിഞ്ഞു. 2000 വിദ്യാർത്ഥികൾ, 90ഓളം അധ്യാപകന്മാർ. അപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഈ യാത്രയിൽ എത്രയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ, ടീച്ചർ പറഞ്ഞതുപോലെ, എത്ര പ്രാമാണികന്മാരെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി എല്ലാവർക്കും ഇഷ്ടം എന്താണ്? ഞാൻ അടുത്ത ദിവസം ഞാനൊരു പ്രധാനപ്പെട്ട മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നത് ഒന്നുമല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു മാഷുണ്ടായിരുന്നു കോളേജിൽ, സാലിം മാഷ്. മാക്ബത്ത് എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഷേക്സ്പിയറിയൻ നാടകം ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച അധ്യാപകരായി. അദ്ദേഹം മരിച്ചുപോയതിനൊരു മെസ്സേജാണ്. മിനിറ്റുകൾക്കകം ഞാൻ എൻ്റെ പഴയകാല കോളേജ് കാലഘട്ടത്തിലേക്ക് പോവുകയുണ്ടായി. ഒരാളുടെ ജീവിതത്തിൽ ഏതാളായിക്കോട്ടെ, എത്ര ചെറുതായിക്കോട്ടെ, വലുതായിക്കോട്ടെ, എത്ര തിരക്കുള്ളതായിക്കോട്ടെ, അവരെല്ലാവരെയും ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന, ഓർമ്മയിലൂടെ സന്തോഷം നുകരാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് കലാലയ ജീവിതം, സ്കൂൾ ജീവിതം എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ എത്രയോ പ്രാമാണികന്മാരായിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ അവരോർമ്മിക്കുന്നുണ്ടാവും ഹോളി ഫാമിലി അവരെങ്ങനെ ഷേപ്പ് ചെയ്യുന്നു. ഓരോ വിദ്യാർത്ഥിയും ഷേപ്പ് ചെയ്യുന്നതിൽ, ഒരു മനുഷ്യനെ ഷേപ്പ് ചെയ്യുന്നതിൽ വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഞാൻ നോക്കുമായിരുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ. ടീച്ചറുടെ പഠനം ശ്രദ്ധിച്ചു. പഠനം മാത്രമാണോ നമ്മുടെ ലക്ഷ്യം? പഠനം കൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ പറ്റും?